ഫ്രണ്ട്സ് സുഖമാണോ? ഇന്ന് ഞാൻ ലുലു മോളിൽ വന്നിരിക്കുക. കരാമ ലുലു മോൾ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അപ്പം അവിടെ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ സാധനം മേടിക്കാൻ വന്നേക്കുക. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ നടന്ന് ലാസ്റ്റ് ഞാൻ ആക്ച്വലി മേടിക്കാൻ വന്നത് ജിഞ്ചർ ടീയാണ്. മറ്റേ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പം ടീ കുടിക്കത്തില്ലേ, ആ ടീ മേടിക്കാൻ വന്നത്, നമ്മളുടെ ചുക്ക് കാപ്പി. പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം നമുക്ക് ചോദിക്കാം. എന്തായാലും കിട്ടുന്നില്ല. അതിൻ്റെ സെക്ഷൻ വേറെ ആണെന്ന് തോന്നുന്നു. ടീയുടെ സെക്ഷൻ അല്ല, നമ്മൾ നോർമൽ ടീയുടെ സെക്ഷൻ അല്ല, അത് വേറെ സെക്ഷനാണ്. ഓക്കെ, അപ്പം ഞാൻ കാര്യം പറഞ്ഞത്, ഞാൻ ബി എസ് സി നഴ്സിംഗാണ് പഠിച്ചത്. സോ ഐ ഹാവ് കംപ്ലീറ്റഡ് 7.5 years of experience in emergency department, followed by I trained from Antony Academy and got my DHA license. DHA എക്സാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതെൻ്റെ സിസ്റ്ററാണ്, അവളുടെ പേര് സാറയാണ്. ഞങ്ങൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് വീഡിയോ എൻ്റെ രാവിലെ മോർണിംഗിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്ന വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ വൈകിട്ടായപ്പം ഹൈപ്പർ മാർക്കറ്റിൽ വന്നു, പാൽ മേടിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക പൈസ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, DHA ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. സോ പ്രോസസ്സിങ് ഒരു എക്സാം എൻ്റെ ഓഗസ്റ്റ് 8 ആയിരുന്നു. അന്ന് തന്നെ റിസൾട്ടും വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് കൊടുത്തു. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് 25 വർക്കിംഗ് ഡേയ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഞാൻ ആൻ്റണീസ് അക്കാഡമി എന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഏജൻസിക്ക് കൊടുത്തത്. നെക്സ്റ്റ് വീഡിയോ പിന്നെ കാണാം. ഓക്കെ, വേറെ ഏജൻസിക്ക് കൊടുത്തത്. ആ ഏജൻസി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. എന്നിട്ട് ആ ഏജൻസിയിൽ കൊടുത്ത് അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിതിൻ എ മന്ത് എനിക്ക് ഓഗസ്റ്റ് 8 എക്സാം പാസ്സായി. അത് കഴിഞ്ഞിട്ട് 28 സെപ്റ്റംബർ ഞാൻ ദുബായിലോട്ട് വന്നു. പ്രോസസ്സിങ് ഓൺഗോയിങ് ആയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ രാത്രി ഇവിടെ 9 മണിയായി. ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു. സേറ, സ്നേഹ, സ്വപ്ന ചേച്ചി, ഇതമ്മ റേച്ചലും. അന്ന് ഞങ്ങളുടെ വീഡിയോയിൽ കണ്ടതല്ലേ. ഓക്കെ, ബൈ ദെൻ.